കാലം പോകുന്തോറും കാര്യങ്ങൾ ഡെവലപ്പായി വന്നുകൊണ്ടിരിക്കുക. ഉം. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇപ്പൊ എന്താ വെച്ചാല് നമ്മളുടെ വീടുകളിൽ എത്ര പേരുടെ വീട്ടിൽ ഇപ്പൊ ടി വി കാണുന്നുണ്ട്. എൻ്റെ വീട്ടിലൊന്നും ടി വി ഇല്ല, ഉം. ആസ് ഇൻ ചാനൽസ് ഇല്ല. ഓക്കെ. പണ്ടൊക്കെ നമ്മുടെ ഒരു എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ നമുക്കൊരു എന്റർടൈൻമെന്റ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ടെലിവിഷനാണ്. ഉം. ഉം. ചാനലുകൾ ഏഷ്യാനെറ്റ്, സൂര്യ, കൈരളി, മനോരമ, ദൂരദർശൻ, അങ്ങനെ അമൃത, ജീവൻ, റോസ് ബൗള്, ACV, എത്ര ചാനലാണ്. ചാനൽസ് ഏഷ്യാനെറ്റ് പ്ലസ്, മറ്റേത് കൈരളി അങ്ങനെ എത്ര ചാനൽസ് ആണ്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒന്നും വീട്ടിൽ കേബിൾ ഇല്ല, ഓക്കെ. ചാനൽസ് കാണുന്നില്ല. ഇന്ന് നമ്മൾ കംപ്ലീറ്റ്ലി OTT ആയി ആ. അല്ലേ? Yes, yes, ഇപ്പൊ definitely. ചാനലിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന റിയാലിറ്റി ഷോസ് വരെ നെക്സ്റ്റ് ഡേ OTT എപ്പിസോഡ്സ് അപ്ലോഡ് ആവുകയാണ്. Definitely. അപ്പം നമുക്ക് കൂടുതൽ കൺവീനിയൻറ്റ് OTT ആണ്. ബിക്കോസ് നമുക്ക് ഫോണിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്തിടാം, അതിന്ന് കാണാം. സോ ഇപ്പോൾ ടെക്നോളജി വളരും തോറും കുറച്ചും കൂടി കാര്യങ്ങൾ ഈസിയർ ആയിക്കൊണ്ടിരിക്കണം. അതുപോലെ തന്നെ മീഡിയ അതനുസരിച്ച് മാറുന്നുമുണ്ട്. ഉം. ഉം. മീഡിയ ഇസ് നോട്ട് സ്റ്റക്ക്. ഇപ്പം ആകെപ്പാടെ എനിക്ക് തോന്നുന്നു ചാനൽസിന് വേണ്ടിയിട്ട്, ടെലികാസ്റ്റിന് വേണ്ടിയിട്ട് എല്ലാ ചാനൽസും ചെയ്യുന്നത് സീരിയൽസ് മാത്രമേ ഉള്ളൂ. അതെ, അതെ, അതെ. മറ്റേ ഈ റിയാലിറ്റി ഷോസ് അല്ലെങ്കിൽ പ്രൈം ടൈം ഷോസ് ഒക്കെ ഉണ്ട്. എത്രയോ പാട്ട് പരിപാടികൾ, ഡാൻസ് പരിപാടികൾ, കുക്കിംഗ് ഷോസ് Yes, ഒക്കെ yes. നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ചാനലുകളാണ് ഇതൊക്കെ. അതിന്റെയൊക്കെ യൂട്യൂബ് വേർഷൻസ് നമ്മുടെ. അതൊക്കെ അതെ, അതെല്ലാം കുറഞ്ഞു. ഇപ്പൊ ലിറ്ററലി ഇല്ലാന്ന് തന്നെ പറയാം. എല്ലാ ചാനൽസും അവരുടെ ഇങ്ങനെയുള്ള സാധനങ്ങൾ, അതായത് നോൺ ഫിക്ഷൻസ് എല്ലാം കട്ട് ചെയ്തു. ഇപ്പം ഹാർഡ്ലി 1-2 റിയാലിറ്റി ഷോസ് മാത്രമേ എല്ലാ ചാനലും റൺ ചെയ്യുന്നുള്ളൂ അല്ലേ? എല്ലാം ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആയി, യൂട്യൂബായി, ഫേസ്ബുക്കായി, അല്ലെങ്കിൽ ഇതുപോലുള്ള OTT പ്ലാറ്റ്ഫോംസ് ആയി. സോ കുറച്ചും കൂടി കൺവീനിയൻസ് കൂടി, അതായത് നമുക്ക് കയ്യിൽ കൊണ്ട് നടക്കാം ഈ സാധനങ്ങളെല്ലാം അല്ലേ? TVയും കൊണ്ട് നമുക്ക് നടക്കാൻ പറ്റില്ല, ബട്ട് ഫോണും കൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കാം. ട്രെയിനിലാണെങ്കിലും നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. സോ കുറച്ചും കൂടി ഈസിലി ആക്സസിബിൾ ആണ് ആൾക്കാർക്ക് ഇപ്പോൾ. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു, ആൻഡ് പ്ലാറ്റ്ഫോംസ്, എത്ര പ്ലാറ്റ്ഫോംസ് ആണ്. ഞാനൊക്കെ 17 വർഷം മുമ്പ് മോഡലിങ്ങിൽ തുടങ്ങിയതാണ് എൻ്റെ കരിയർ. അന്ന് ഈ പറയുന്ന പോലെ നമുക്ക് ഈ പറയുന്ന പോലെ പോർട്ട്ഫോളിയോ, പിന്നെ ഏതെങ്കിലുമൊക്കെ അഡ്വർടൈസ്മെന്റ്സിൽ നമ്മുടെ മുഖം ഒന്ന് വന്നാൽ ഓക്കെ, ആ കുട്ടി കൊള്ളാലോ, ഇതിനെ വിളിക്കാം എന്ന് പറഞ്ഞ് അടുത്ത അഡ്വർടൈസ്മെന്റിന് നമ്മൾ വിളിക്കുന്നു. ഇന്ന് അങ്ങനെയല്ലല്ലോ. ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ സിനിമയിലാണെങ്കിൽ പോലും നമ്മൾ കാണുന്നത് സോഷ്യൽ മീഡിയയിൽ ഹിറ്റായിട്ട് നിൽക്കുന്ന ആൾക്കാർ അങ്ങനെയാണ്. ഇറ്റ്സ് മച്ച് മോർ ഈസിയർ അല്ലേ? ഇപ്പം നമ്മുടെ ടാലൻസ് ഷോക്കേസ് ചെയ്യാൻ കുറച്ചും കൂടി ഈസിയർ പ്ലാറ്റ്ഫോംസ് നമുക്ക് കിട്ടി എന്നുള്ളതാണ്. സോ